പാൽപ്പൊട്ട് കഴിച്ചിട്ടുണ്ടോ? ഇല്ലേ വാ, ഞാനും കഴിച്ചിട്ടില്ല. നമുക്ക് ഒരുമിച്ചുണ്ടാക്കാം. ആകെപ്പാട് ഉണ്ടായിരുന്നു ഇത്തിരി പോണ അരിപ്പൊടി, അത് വെച്ച് വേണം സംഭവം സെറ്റ് ചെയ്യാൻ. എന്നിട്ട് അങ്ങനെ സക്സസ് ആയ ചേട്ടന് നാളത്തെ ഡിന്നറിന് നമുക്ക് കൊടുത്തുവിടാം. അല്ല വലിയ കാര്യത്തെ ഞാൻ പാൽപ്പൊട്ടൊക്കെ ഉണ്ടാക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടാ വന്നത്. എന്നാ ഇതിന്റെ പേരിനെ കേൾക്കുന്ന ആദ്യമായിട്ടാണ്. പുട്ടെന്ന് കേട്ടാലേ എനിക്ക് ഓർമ്മ വരുന്നത് 5ാം ക്ലാസ്സിലെ കാലഘട്ടമാണ്. അന്നൊക്കെ എനിക്ക് പുട്ട് കണ്ടുകൂടാത്തൊരു സാധനമായിരുന്നു. അങ്ങനെ ഇരിക്കും ഞാൻ ഒരു സിനിമ കണ്ടു. അതിലൊരു ചായക്കടയിൽ ഇരുന്ന ആളുകൾ പുട്ടും നല്ല പയറും പപ്പടവും പഞ്ചസാരയൊക്കെ കുഴച്ചിരുന്ന് അടിക്കുന്നു. അയ്യോ, അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര കൊതിയായി. അങ്ങനെ അമ്മയോട് വീട്ടിൽ ഇത് ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോഴേക്കും എന്നെക്കാട്ടിലും പറയായിരുന്നു അമ്മയ്ക്ക് ഇത് ഉണ്ടാക്കി തരാം. അങ്ങനെയും എന്റെ മോള് പുട്ട് വേണമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ സിനിമയിൽ കണ്ട് കൊതിയായിട്ട് കഴിച്ചിട്ടായിരിക്കും. പുട്ടിനാണെങ്കിൽ എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി. എന്റെ അമ്മയിലെ ആള് അന്ന് ആ ദിവസം തൊട്ട് പിന്നെ എന്നും എന്റെ വീട്ടിൽ പുട്ടും പയറുമായിരിക്കും. പിന്നെ ഒരുവിധം പറഞ്ഞാണത് നിർത്തിച്ചത്. എന്തായാലും ദാ പുട്ടല്ല ദീ പുട്ട്. ഇതിന് കുറച്ച് പുട്ടുപൊടി, കുറച്ച് ചിരകിയ തേങ്ങി, സ്വല്പം ഉപ്പ്, പഞ്ചസാര, പിന്നെ തിളപ്പിച്ച പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഒരു 10 മിനിറ്റ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വീട്ടിൽ പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. വെക്കുമ്പോൾ തട്ടിൽ കുറച്ച് നെയ്യൊക്കെ തടവി കഴിഞ്ഞാൽ വെച്ച് ഷേപ്പിൽ തന്നെ സാധനം കിട്ടും. പുട്ടും പയറിന്റെ ഒരു വീഡിയോ ഉണ്ടാ തന്നെ ഇപ്പോഴും എനിക്ക് കഴിക്കാൻ തോന്നിയാലും ഈ പുട്ടിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ബീഫ് കറിയുടെ ഒക്കെ കൂടാണെന്നുണ്ടെങ്കിൽ സംഭവം നൈസ് ആയിരിക്കും. എന്തിന് വെറുതെ കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റ്.